കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോരുമുറുകുന്നു. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ നേതാവായ റിബേഷ് രാമകൃഷ്ണനാണെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ ഇനാമായി നൽകാമെന്നുള്ള ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളിക്ക് റിബേഷ് പ്രതിയല്ലെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം നൽകാമെന്ന യൂത്ത് കോൺഗ്രസിന്റെ മറുപടി. ഇതോടെ കാഫിർ വിഷയത്തിൽ പരസ്യപ്പോരുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇരു സംഘടനകളും. കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിന് പിന്നാലെയാണ് വിവാദം വീണ്ടും ചൂടുപിടിച്ചത്. കാഫിർ പോസ്റ്റ് ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചവരിൽ ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകൾക്കും പങ്കുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവായ റിബേഷ് രാമകൃഷ്ണന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതോടെ CPM പ്രതിരോധത്തിലായി. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ വടകരയിൽ വിശദീകരണം നടത്തുകയും പോസ്റ്റർ നിർമ്മിച്ചത് റിബേഷ് ആണെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം ഇനാമായി നൽകുമെന്നും വെല്ലുവിളിച്ചു. തുടർന്ന് ഇതിന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. സംഭവത്തിൽ റിബേഷ് പ്രതിയല്ലെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ നൽകാമെന്നാണ് യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇടത് വലത് ക്യാമ്പുകൾ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. ഗൂഢാലോചന നടത്തിയ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് UDF നേതൃത്വത്തിൽ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ജനം, കോഴിക്കോട്.